അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഹാർവസ്റ്റ് ടി വിയിലൂടെ ലോകമെമ്പാടുമുള്ള ദൈവമക്കളോട് ചേർന്ന് ഈ ആരാധനാലയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരം നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ നാം ആരാധിക്കാൻ പോകുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ജീവിതത്തിന് വലിയ അനുഗ്രഹവും വിടുതലുമാകട്ടെ. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. ഇന്നത്തെ ആത്മീക ശുശ്രൂഷ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമാകുവാൻ, അനേകരുടെ വിടുതലിന് കാരണമാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകുവാൻ, വചന ശുശ്രൂഷ അനേകർക്ക് വിടുതലായി തീരുവാൻ, ആമേൻ, ആരാധന അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ചു. ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ ദൈവം വിടുവിച്ചു. ഞങ്ങളെക്കാൾ ശക്തന്മാരായ അനേകർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, കർത്താവെ, അനേകർ രോഗികളായി കിടക്കയിലായിരിക്കുമ്പോൾ ഇന്ന് പകൽ ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾ ായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ. ദൈവം ചെയ്ത ഉപകാരങ്ങളെയും നന്മകളെയും വർണ്ണിച്ചുകൊണ്ട് ഒരാരാധനയുടെ ദൈവത്തെ സന്നിധിയിൽ അർപ്പിച്ച് അനുഗ്രഹത്തോടും സമാധാനത്തോടും കൂടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകണമേ. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹാർവസ്റ്റ് ടി വിയിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോടൊപ്പം അവരെ അനുഗ്രഹിക്കണമേ. ഈ ശബ്ദവീതികൾ ചെല്ലുന്ന ഇടങ്ങളിൽ അനേക ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽപ്പാനിടയാക്കണം. ഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാനിടയാക്കണമേ. കർത്താവെ, ആരാധന മുഖാന്തരം അനേകരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകാനിടയാക്കണം. രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, ദൈവശക്തിയാൽ ചില നിറയപ്പെടുവാൻ, ചിലരുടെ ബന്ധനങ്ങൾ അഴിയുവാൻ, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി ഉണ്ടാകുവാൻ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ നിരദാസന്മാരെ കൊയർന്നതയും ബലപ്പെടുത്തണമേ. പുതിയ ശക്തിയോട് കൃപയോടും അവരെ ഉപയോഗിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും അനുഗ്രഹമോ ആയിത്തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പതിനും ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ പുത്തൻ അഭിഷേകത്താൽ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ആരാധന അനേകരുടെ ജീവിതത്തിന് വിടുതലായിത്തീരുവാനിടയാക്കണമേ. തൃക്കരങ്ങളെല്ലാം സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകുവാനിടയാക്കണമേ. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ നന്മകളാൽ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുക. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവേറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുക. ഞങ്ങൾ തലകളെ ഉയർത്തി പ്രത്യാശയോട് ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തു ജീവിപ്പാൻ കൃപ തരണമേ. ആരും നഷ്ടപ്പെടുവാനിടയാകരുത്. എല്ലാവരും നിത്യജീവങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ആരാധന മുഖാന്തരം ഇവിടെയാക്കണമേ. വചനത്തിൻ്റെ സത്യം വെളിപ്പെടുവാനിടയാക്കണമേ. ദൈവകൃപ ചൊരിയപ്പെടുവാനിടയാക്കണമേ. കർത്താവേ, നിന്റെ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആരാധന അവരുടെ ജീവിതത്തിന് മറക്കുവാൻ കഴിയാത്ത ചില അത്ഭുതങ്ങളുടെ ദിനങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ആണിയേറ്റ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ. ഈ ആരാധനാലയത്തിൽ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്ന ദൈവമക്കളും ഹാർവസ്റ്റിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ജീസസ് വോയിസ് ചർച്ചിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള മണിക്കൂറുകൾ നാം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. പ്രാരംഭമായി നാം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പം ഉണ്ട്. അവരോട് ചേർന്ന് നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുക്കാം. ശക്തിയോടെ ഹല്ലേലൂയ. നല്ല അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഈ വിശുദ്ധ പകലിൽ കർത്താവിന് ആരാധന കൊടുക്കുവാൻ പോകുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധിയോടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ
നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളെവിടെയായിരുന്നാലും ഇരിക്കുന്ന ആ ഇടങ്ങളിൽ ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കാരണം വാഗ്ദത്തം പറഞ്ഞ ദൈവം ഇങ്ങനെയാണ്, ആമേൻ, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ വരാമെന്ന് പറഞ്ഞു ദൈവം. ഹല്ലേലൂയ. നാം എവിടെയായിരുന്നാലും യേശുവെ എന്ന് വിളിച്ചാൽ നമ്മുടെ ആമേൻ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കണ്ണുകളെല്ലാം ദൈവസന്നിധിയിലൊന്ന് അടച്ച്, എല്ലാ കണ്ണുകളും. ഇത് നാം നോക്കുന്നത്, നാം ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. വചനം എങ്ങനെയാണ് പറയുന്നത്? ഒന്നുമില്ലാത്തയിടത്ത് നിന്നും എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. സൃഷ്ടിപ്പാൻ കഴിവുള്ളതിനെ, ഹല്ലേലൂയ, സൃഷ്ടിപ്പാൻ കഴിവുള്ള ദൈവത്തെ, ഹല്ലേലൂയ, ചിലതിനെ ഉളവാക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ആ സർവശക്തൻ്റെ ആമേൻ പാദപീഠത്തെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് കൊടുക്കുവാനുള്ള ആരാധന, നമുക്ക് കൊടുക്കുവാനുള്ള ഹല്ലേലൂയ സ്തുതികൾ, സ്തോത്രങ്ങൾ എല്ലാം ആ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ നമുക്ക് കൊടുക്കാം പൂർണ്ണ ഹൃദയത്തോടെ. ഇന്ന് ഈ പകലിലും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഇന്ന് നമ്മുടെ മുൻപിലൊന്ന് കണ്ടുകൊണ്ട് ആ കർത്താവിനെ നമ്മൾ സ്തുതിക്കുവാൻ പോകുകയാണ്. അപ്പൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിയേ. ഹല്ലേലൂയ. ആ തിരുമുൻപിൽ നമുക്ക് കാഴ്ചവെക്കുവാൻ നമ്മുടെ സ്നേഹവും, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയവും എല്ലാം ആ ദൈവസന്നിധിയിലൊന്ന് യാഗമായി ആ കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് സമർപ്പിക്കാൻ ഇന്ന് പകൽക്കാലം ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ നല്ല കർത്താവിനെ നാം സ്തുതിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ താങ്ക് യു ജീസസ്. നന്ദി യേശുവേ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ വരികളൊന്ന് പാടാമോ? എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാ എൻ്റെ സ്നേഹം മാത്രം, എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു.
സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനേ, തേജസ്സിൻ്റെ വസ്ത്രം മുരിഞ്ഞു തന്നെത്താൻ താഴ്ത്തിയോനേ, ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കർത്താദി കർത്താവായി. പാടാമോ? ഇന്ന് ആരാധിക്കുമ്പോൾ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിൻ തേജസ്സിൻ്റെ പൂർണ്ണനാ, തേജസ്സിൻ്റെ പൂർണ്ണരായി. ഓ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്ക് സ്തുതികൾക്ക് യോഗ്യനായി. ചേർന്ന ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാർവിടമേ. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ പാടി, ഓ നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. പറഞ്ഞ നിൻ സാന്നിധ്യം, ഓ നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഓ നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ. നാം പാടിയതുപോലെ ആമേൻ, നാം ആരാധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സർവശക്തനായ ദൈവത്തെ, നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ സർവശക്തനായ ദൈവത്തെ. ഹല്ലേലൂയ. അവൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണതയെ കണ്ടുകൊണ്ട് ഇന്ന് നമ്മൾ വീണ്ടും ആ കർത്താവിനെ നന്ദിയോടെ ആരാധിക്കാൻ പോകുകയാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ വിശ്വസിക്കുക, സർവ്വത്തിനും അധികാരിയായ ദൈവത്തിനെയാണ് നാം ആരാധിക്കുന്നത്, സർവ്വത്തിനും കാരണഭൂതനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ പല വിഷയങ്ങളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം. ദൈവസന്നിധിയിൽ വരുമ്പോൾ ആമേൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അടിയുറച്ച് നാം വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം തരുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് സർവശക്തനായ യേശുവാണ്. ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അധികാരമുള്ള ദൈവമാണ്. ഒന്ന് പറയാമോ? അവൻ അധികാരമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ സംസാരിപ്പാൻ അധികാരമുള്ള ദൈവം, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കഴിവുള്ളൊരു ദൈവം, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർവ്വബഹുമാനവും പുകഴ്ചയും ആ കർത്താവിന് കൊടുത്തുകൊണ്ട് നാം പാടി ഒന്ന് സ്തുതിക്കാൻ പോകുകയാണ്. പാട്ട്
പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, ആരാധിക്കാം യേശുവിനെ, ആമേൻ, ഹല്ലേലൂയ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവം, ആമേൻ, കുഞ്ഞാടിനെ, ഹല്ലേലൂയ, ആരിലും ഉന്നതനായ ദൈവത്തെ. ഇന്ന് നമ്മൾ ചേർന്ന് പാടി ആരാധിക്കുമ്പോൾ ഈ വരികളൊന്ന് വിശ്വസിച്ചുകൊണ്ട് പാടുക. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാകയാൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. സർവശക്തനായ നല്ല കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ചേർന്ന് ഉയർത്താം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം, യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. നാം ചേർന്നതയോടെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ, എന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടി,
ശൈലമാവൻ സങ്കേതം കോട്ടയും താൻ നടുങ്ങിടുകില്ല എതിനാ തൻ കരുണ ബഹുലമഹോ തൻ കരുണ ബഹുലമഹോ നടുങ്ങിടുകില്ല എതിനാ തൻ കരുണ ബഹുലമഹോ തൻ കരുണ ബഹുലമഹോ. നന്ദിയോടെ പാടാം. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിൽ ഉന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർക്കും പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർക്കും പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും. അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു അമ്മയെപ്പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമാ തൻ്റെ മാർവിൽ ദിനം ദിനമാ സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമാ തൻ്റെ മാർവിൽ ദിനം ദിനമാ. നന്ദിയോടെ സ്തുതികൾ. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിൽ ഉന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനം. വിശ്വാസത്തോടെ പാടാമോ? കഷ്ടങ്ങളേറിയിലും എനിക്കേറ്റം അടുത്ത തുണയാ കഷ്ടങ്ങളേറിയിലും എനിക്കേറ്റം അടുത്ത തുണയാ കൊരവൈരിயின் നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ മേശ നമുക്കൊരുക്കുമല്ലോ കൊരവൈരിயின் നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിൽ ഉന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർക്കും പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും. നാഥൻ ചെയ്ത നന്മകൾ നാഥനാൾ തോറും നന്മകളോർക്കും പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ. സഹായ ശൈലമേ സഹായ ശൈലമവൻ സങ്കേതവും കോട്ടയും താൻ സഹായ ശൈലമവൻ സങ്കേതവും കോട്ടയും താൻ നടുങ്ങിടുകില്ല എതിനാ തൻ കരുണ ബഹുലമഹോ തൻ കരുണ ബഹുലമഹോ നടുങ്ങിടുകില്ല എതിനാ തൻ കരുണ ബഹുലമഹോ തൻ കരുണ ബഹുലമഹോ. നന്ദിയോടെ സ്തുതി സ്തുതി എന്മാർ സ്തുതികളിൽ ഉന്നതനേ സ്തുതികളിൽ ഉന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർക്കും പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും. യേശുവേ നാഥനാൾ തോറും ഇന്ന് പകലിൽ അവൻ ചെയ്ത നന്മകളെ ഓർത്ത് ഓരോ സമയവും സഹായ ശൈലമായി നമ്മുടെ കൂടെ ഇരുന്ന് കഷ്ടങ്ങൾ ഏറിടുന്ന സമയത്ത് നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നമ്മളെ പരിപാലിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ ഇന്ന് പകലിൽ അനുഭവമായി ജീവിതത്തിനകത്തുള്ളവരുണ്ടെങ്കിൽ അവയെ സ്തുതികളാൽ ഇന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ആ സർവശക്തന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഏത് കാരണമായാലും ഇന്ന് അതിനെ മനഃപൂർവ്വമായ നാം വിശ്വസിച്ച് ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു നാമം നമുക്ക് ആശ്രയിപ്പാൻ കഴിവുള്ള ഒരേ ഒരു നാമം സഹായ ശൈലമായ നാമം. ആ നല്ല നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ ശകനാലക ധീരബലം
തകനം തേരീവ ശകനകലം തകനം തിബലം ശകലം തകനം തികലം ശകലം തകനം 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 തേ ഉടകം ശബനാരകതീരബലം ശകലം തകനം തികലം ശബലം തേരികനാരകദാലം ദ്വാരാലം ശേനേനം തേ യേശുവേ ഹല്ലേലൂയ നന്ദി യേശുവേ രക്ഷപാലകം തനാലകം തനാരകം ശപാലകതം Thank you Jesus നന്ദി യേശുവേ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ എനിക്ക് വേണ്ടി ഒരു പുതിയ പ്രവൃത്തികൾ കർത്താവ് ചെയ്യുമെന്ന് ഇന്ന് മീറ്റിങ്ങിനായി ഞാൻ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചപ്പോൾ വാഹനത്തിൽ കയറി എനിക്കൊരു ശീലമുണ്ട് വാഹനത്തിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും എൻ്റെ യാത്രയിൽ ഞാൻ അന്യഭാഷയിൽ കർത്താവോട് സംസാരിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് അന്യഭാഷ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു ഭാഗം തിരുവഴുത്തിലൊരു ഭാഗം പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു ഈ വാക്ക് എന്നോട് കർത്താവ് സംസാരിച്ചു അത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആമേൻ ഹല്ലേലൂയ എന്നോട് പറഞ്ഞ വാക്കിതാണ് മോനെ ഞാൻ ചിലതിനെ നല്ലതെന്ന് എണ്ണാൻ പോവുകയാണ് ഹല്ലേലൂയ ചിലതിനെ ഞാൻ നല്ലതെന്ന് എണ്ണാൻ പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ആമേൻ പാഴും ശൂന്യവുമായിരുന്ന ഭൂമി കർത്താവിൻ്റെ ഒരു വാക്ക് ചലിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് സൃഷ്ടിച്ചതിന് ശേഷം അവൻ നല്ലതെന്ന് കണ്ടു ഇന്ന് പകലിൽ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയുകയാണ് ശൂന്യമായി കിടന്ന പല മേഖലയെ നോക്കി ഇന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പോകുകയാ ഹല്ലേലൂയ നിനക്ക് നല്ലതെന്ന് പറയത്തക്കവണ്ണം അതെനിക്ക് അനുഗ്രഹമെന്ന് പറയത്തക്കവണ്ണം ഒരു ശുഭത നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാ ഹല്ലേലൂയ ഇന്ന് ചിലത് ആഴത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് പത്രോസിൻ്റെ ജീവിത ശൈലിയിലേക്ക് എൻ്റെ ആമേൻ ചിന്തകൾ കടന്നുപോയി നമുക്കെല്ലാം അനേക പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ട കാര്യമാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചു പകൽ മുഴുവൻ അധ്വാനിച്ചു ഒരു മീനെ പോലും കിട്ടിയില്ല പക്ഷേ അവിടെ പറയുന്നൊരു കാര്യമുണ്ട് നാഥ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം അതിൽ മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടത് നാഥ എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് അധികാരമുള്ളവനെ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാം ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഹല്ലേലൂയ ഈ രണ്ട് ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നൊരു ദൂത് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഹല്ലേലൂയ പത്രോസ് വീശിയിട്ടും കിട്ടുന്നില്ല കാരണം ആഴത്തിൽ ഇവന് വേണ്ടതുണ്ട് പക്ഷേ അവൻ്റെ വലയ്ക്കകത്ത് കയറാതെ ഒരു ഇരുൾ അതിനെ മൂടിക്കിടക്കുകയാണ് ആമേൻ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു എന്നാൽ പത്രോസിനോട് കൂടെ ഇന്ന് ആ സർവശക്തനായവൻ ആ ബോട്ടിൻ്റെ അകത്ത് നിൽക്കുകയാണ് ഹല്ലേലൂയ വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചവൻ ഇന്നിപ്പോൾ എവിടെ നിൽക്കുകയാ പത്രോസിൻ്റെ കൂടെ നിൽക്കുകയാ പിന്നൊരു കാര്യം പറഞ്ഞു ഇനി നീ ഒന്ന് വീക്ഷിക്കേ ഹല്ലേലൂയ കാരണം ഇരുളിനെ മാറ്റി ആമേൻ മറഞ്ഞു കിടന്നതിനെ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിവുള്ളവൻ എൻ്റെ പടകിനകത്തുണ്ട് ഇന്ന് അവനെ ഒന്ന് ഉണർത്താൻ നീ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ നിഗരത്തിൽ ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു ഇതുവരെ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണാത്ത ചില ദൈവപ്രവർത്തികൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഭവനത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അറിയും ഒരു ഇരുള് നിങ്ങളെ വിട്ടു മാറും ചില കുടുംബങ്ങൾ ആ ഇരുള് വിട്ടു മാറും അത് ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിയും അതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ് അത് ഞാൻ സ്വീകരിക്കുകയാണ് ഹല്ലേലൂയ എന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സാന്നിധ്യത്തിൻ്റെ അകത്ത് പറയുന്ന വാക്കുകൾ സ്വീകരിക്കണം കേട്ടോ ആമേൻ കാരണം ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ നമുക്ക് ചിന്തിച്ചപ്പെടുത്താൻ കിട്ടത്തില്ല ആമേൻ ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നൊരു കാര്യമാണത് ഒരു ദിവസം ഇരുന്നാൽ കേടാകുന്ന മന്ന ദൈവ സാന്നിധ്യം ഇറങ്ങുന്നവർക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കേടുമില്ലാതെ ഇരിക്കുകയാണ്
ഓ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ബുദ്ധിമണ്ഡലത്തിന് അപ്പുറമായി പ്രവർത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്? ആമേൻ, ആമേൻ, ആമേൻ. ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ സാന്നിധ്യം എന്ന വാക്കിൻ്റെ അർത്ഥം, ഇപ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തൻ അനി ജോർജ് പാസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ തിരുവല്ലയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൻ്റെ അഭിഷിക്തൻ അനി ജോർജ് പാസ്റ്റർ ഇവിടെ ഉണ്ട്. ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പാസ്റ്റർ അനി ജോർജിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ മീറ്റിംഗ് നടത്തപ്പെടുന്നുവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഭിഷിക്തൻ്റെ സാന്നിധ്യം, അഭിഷിക്തൻ്റെ പൂർണ്ണത ഇതിൻ്റെ അകത്തുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണ ദൈവം, പൂർണ്ണനായവൻ ഇതിനകത്തുണ്ട്. ഹലോ, അധികാരമുള്ളവൻ ഇതിനകത്തുണ്ട്. നിന്റെ ഞരക്കങ്ങളെ പോലും അറിയുന്നവൻ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വസിക്കണം, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ. എത്രത്തോളം വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നോ അത്രയും വേഗതയായിരിക്കും നിങ്ങൾക്കുള്ള ദൈവപ്രവൃത്തിക്ക്. ആമേൻ, ആമേൻ. ആഴമായി വിശ്വസിച്ചാൽ ദൈവപ്രവൃത്തിയുടെ വേഗത കൂടും. ആമേൻ, ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ടത് ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ആമേൻ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. വിശുദ്ധ ആരാധനയുള്ള ബന്ധത്തിൽ നമുക്കൊന്നിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നമുക്ക് ദാനം നൽകിയല്ലോ. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ, നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാനൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് അവസരം നൽകി. ഈ ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോട് ചേർന്ന് വിശുദ്ധ ആരാധനയായി ഈ ആരാധനാ ഹാളിൽ നമുക്കൊന്നിച്ചു കൂടി കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. ഈ വിശുദ്ധ ആരാധന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. വിശേഷാൽ ഈ ആരാധന ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരിലേക്ക് എത്തിപ്പാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവരെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ബിനിമോൾ വിനോയ് എന്ന് പറയുന്ന പ്രിയ സിസ്റ്റർ ഫാമിലിയാണ്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഈ ആരാധനയിൽ നമ്മോടൊപ്പമുണ്ട്. ഈ ദൈവവചന ശുശ്രൂഷ, ഈ ആരാധന ലോകമെമ്പാടും എത്തുവാൻ പ്രിയപ്പെട്ടവർ ആഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിലെ ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത്യത്ഭുതകരമായ ചില മറുപടികൾ ദൈവം നൽകി കൊടുക്കുവാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബിനിമോൾ എന്ന് പറയുന്ന സിസ്റ്റർ 1.5 വർഷമായി കാലിൻ്റെ മുട്ടിന് താഴെയായി സ്കിൻ അലർജിയായി വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സിസ്റ്റർ ഇന്ന് പകൽ നിശ്ചയമായും ദൈവസഭ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടുവാൻ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന കരം കർത്താവ് നീട്ടുവാൻ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മകൻ ആഡം വിനോയ് എന്ന് പറയുന്ന മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഉന്നത വിജയം ആ പൈതലിന് ദൈവം നൽകുവാൻ നമുക്ക് വിശ്വസ്തയോടെ ആ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരേതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം സമർപ്പിച്ചോ അതെല്ലാം അവരുടെ ജീവിതത്തിനൊരു വിടുതലായി തീരുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ തുടർന്ന് ദൈവവചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാ നമ്മോട് സംസാരിപ്പാൻ നമുക്ക് ഒന്നിച്ച് ദൈവസനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടിജോ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്കൊരുമിച്ച് ദൈവസനയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനും നീതിമാനുമാകുന്ന സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, മനോഹരമേറിയ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ സമയങ്ങളിൽ ആരാധനയ്ക്കായും പ്രാർത്ഥനയ്ക്കായും സമയം വേർതിരിക്കുകയും ആത്മസാന്നിധ്യം വിവിധ നിലകളിൽ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് പകൽ ഈ ആരാധനയെ കർത്താവെ സ്പോൺസർ ചെയ്ത പ്രിയ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനിമോൾക്കായി സ്തോത്രം, ഫാമിലിക്കായി സ്തോത്രം. ദൈവരെ സഹായിക്കണമേ. എത്രയോ പേർക്ക് സാവകാശങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൈ തുറന്ന് ദൈവവേലയെ കൈത്താങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ ലഭിച്ച നന്മയുടെ ഒരു വിഹിതം
തിരുനാമത്തെ ഉയർത്തുവാൻ അവർ വിനിയോഗിച്ചു എങ്കിൽ അങ്ങ് ആർക്കും കടക്കാരനല്ല എന്ന് മനസ്സിലാക്കി ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണോ അവർ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ഇപ്പോൾ ദൈവകരം അവരുടെ മേൽ ചലിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. അവരെ താഴ്ത്താനും തളർത്താനും പിശാച് ശ്രമിക്കുമ്പോൾ അവൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ശാസിച്ചിട്ട് ഹല്ലേലൂയ ജീവനുണ്ടാകുവാനോ ഞാൻ സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വന്നു എന്ന് അരുളി ചെയ്ത നാഥൻ്റെ കരസ്പർശ ആ കുടുംബത്തിന്, ആ ഫാമിലിക്ക് എല്ലാം ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 1.5 വർഷമായി കാലിന് മുട്ടിന് താഴെയായി സ്കിൻ അലർജിയാൽ ഭാരപ്പെടുന്നു. കർത്താവേ, ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചവൻ്റെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് അവനെ സൗഖ്യമാക്കി കർത്താവ് കടന്നുപോയതുപോലെ ഇന്ന് പകൽ കർത്താവേ, എൻ്റെ ദാസിയെ കടന്നു പോകരുതേ, എൻ്റെ ദാസിയെ കടന്നു പോകരുതേ. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരസ്പർശം ആഗ്രഹിക്കുന്ന മകളുടെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ കരം തൊടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താൻ സൗഖ്യമാകട്ടെ. 1.5 വർഷക്കാലം തന്നെ ബുദ്ധിമുട്ടിച്ച ആ ഭാരം ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ വിട്ട് മാറിപ്പോകുവാൻ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, നോർമൽ സ്കിന്നാവട്ടെ, ഇപ്പോൾ നോർമൽ സ്കിന്നാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തൊട്ട് സൗഖ്യമാക്കിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് പിന്നത്തേതിൽ സാക്ഷ്യപ്പെടുത്തക്ക നിലയിൽ കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മകൻ ആടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. +2 കർത്താവെ ഉന്നത വിജയം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമകനെ കർത്താവ് സഹായിക്കണം. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ബാലസിംഹങ്ങളെ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽ വാക്യങ്ങളെ ഉദ്ധരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മേൽ അസാധാരണമായ ധൈര്യം, തെളിഞ്ഞ ബുദ്ധി അവനുണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കട്ടെ, ഉന്നത വിദ്യാഭ്യാസം ദൈവം അവന് നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വേലയ്ക്ക് കൈനീട്ടിയ ഈ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ തുറന്ന മനസ്സോടെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ദൈവവചനവുമായി എഴുന്നേൽക്കുന്നല്ലോ. കർത്താവേ, തൻ്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ ഉപയോഗിച്ചതുപോലല്ല, അതിലും വ്യത്യസ്തമായി ആത്മതലങ്ങളിൽ യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഈ ഹോളിനകത്ത് വ്യാപരിപ്പാൻ പ്രത്യേകം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്കെതിരായോ അല്ല വചനത്തിൻ്റെ വ്യാപനത്തിനെതിരായോ ഉയർന്നു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ മണ്ഡലങ്ങളെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രാനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. ശുശ്രൂഷകളെ ബലമുള്ള കരം കൊണ്ട് താങ്ങുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചന ശുശ്രൂഷയാണ്. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ജോർജ് അവറുകൾ തുടർന്ന് നമ്മുടെ ദൈവനെ സംസാരിക്കും. കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ഈ സഭായോഗത്തെ, ഈ ആരാധനയെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്കിങ്ങനെ കൂടി വന്ന ദൈവത്തെ ആരാധിക്കാൻ ഒക്കെ യേശു ഇടയാക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. തികഞ്ഞ ദൈവസാന്നിധ്യം ഈ പ്രാർത്ഥനയുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവദാസന്മാരിൽ കൂടെ ശക്തമായ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. സ്തോത്രം. ദൈവത്തിന് നിങ്ങളോട് ഇടപെടാനുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2 മുതൽ
4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് യെഹൂദയോടൊരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. തൻ്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞവനോട് അപേക്ഷിച്ചു. അവൻ ബഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. ജയിച്ച ഒരു മനുഷ്യൻ്റെ ചരിത്രം ഹോശയ്യ പ്രവാചകൻ തൻ്റെ പ്രവചന ദൂതിനകത്ത് വെളിപ്പെടുത്തി തരികയാണ്. എത്ര മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ തീരാത്ത ഒരു ആത്മീക വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തകളെയും മനസ്സുകളെയും ഞാൻ കൊണ്ടുവരുന്നത്. യാക്കോബ് എന്ന് പറയുന്ന ആ ദൈവമനുഷ്യനെക്കുറിച്ച് ഹോശയ്യ പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്. ഇതിനകത്ത് 2 ആശയങ്ങളെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ആ വിഷയം, ഞാൻ ദൈവത്തെ കണ്ടു ബേഥേലിൽ വെച്ച്, അവൻ എന്നോട് സംസാരിച്ചു. 2, അവൻ കരഞ്ഞപേക്ഷിച്ചു. സ്തോത്രം, അവൻ ജയം പ്രാപിച്ചു. ഇത്രയും ഭാഗങ്ങളെ അല്പസമയം കൊണ്ട് വിവരിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവയ്ക്ക് യെഹൂദിയോടും ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവൻ്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും. അവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അടുത്തോടെ കേട്ടോ. അവൻ ഗർഭത്തിൽ വെച്ച് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചു. മുന്നേറാൻ തുടങ്ങുന്ന ഒരുവൻ്റെ തുടക്കം തൊട്ടേ മുമ്പിൽ നിൽക്കുന്നതിനെയെല്ലാം പിടിച്ചു പുറകോട്ട് മാറ്റിയിട്ട് മുന്നോട്ട് കുതിക്കുന്ന യാക്കോബിൻ്റെ ചരിത്രമാണ് ഇവിടെ പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നെന്തോ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ആത്മീക ദൂത്, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പലതിനെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിനക്കും പ്രത്യേക കരുത്ത് തരാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. സ്തോത്രം. അതെന്താണെന്നൊക്കെ ഞാനൊന്ന് വിവരിച്ചുകൊണ്ട് വരാൻ പോകുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, ഇസഹാക്കിൻ്റെ വിവാഹം നമുക്ക് വേദപുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. ആ വിവാഹം ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻഅരാമിലുള്ള അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. റബേക്കയെ തൻ്റെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവന്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. വിവാഹം കഴിച്ചു വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാത്ത സാഹചര്യത്തിൽ ദൈവത്തിന് സ്തോത്രം, ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റബേക്കയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം അവിടെ ശ്രദ്ധേയമാണ്. അടഞ്ഞുപോയ ഉദരങ്ങളെ പ്രാർത്ഥനയിൽ തുറക്കുമെന്നൊരു വചനം ഇവിടെ വെളിപ്പെടുത്തി തരിക. അങ്ങനെയെങ്കിൽ ഇച്ചിരൂടെ കടന്നൊരു ദൂത് പറയട്ടെ. പലതും അടഞ്ഞു കിടക്കാൻ ഒരു കാലമുണ്ടെങ്കിലും അതിനെ പ്രാർത്ഥനയാൽ തുറന്നെടുക്കാൻ ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ തുറന്നു പറയാം, നിനക്ക് മുമ്പിൽ എന്തെങ്കിലും അടയപ്പെട്ട് കിടക്കുന്നെങ്കിൽ അതെല്ലാം പ്രാർത്ഥനയിൽ തുറന്നു തരാൻ എൻ്റെ ദൈവത്തിന് പ്രത്യേക പ്ലാനുണ്ട്. കർത്താവെ, പ്രാർത്ഥനയിലത് തുറന്നു വരണമേ, ദൈവമേ പ്രാർത്ഥനയിലത് തുറന്നു വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് ആ വിഷയത്തിന് മറുപടി തരും. അങ്ങനെ അവർക്ക് ദൈവത്തിന് സ്തോത്രം, ആ സ്ത്രീ ഗർഭം ധരിക്കുകയാണ്. ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ വയറ്റിൽ തൊട്ട് ഭയങ്കര പ്രശ്നമാണ്. അതിനടുത്ത വാക്യം നിങ്ങളത് വായിച്ചു നോക്കി, അവിടെ ഇച്ചിരൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നെന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ എന്ന് പറഞ്ഞ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ വയറ്റിനകത്ത് ഭയങ്കര തിക്കല് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അവൾ ദൈവത്തോട് ചെന്ന് ചോദിച്ചപ്പം അവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റി ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. സ്തോത്രം. അവിടെ വെച്ചാണ് സ്തോത്രം ദൈവം പറയുന്നത്, 2 ഗോത്രങ്ങൾ നിൻ്റെ അകത്തുണ്ട്, ഒന്നൊന്നിനെ മേളിൽ ശക്തിപ്പെടും. സ്തോത്രം. ഇത് മനുഷ്യൻ്റെ പദ്ധതികളല്ല, ദൈവത്തിൻ്റെ പദ്ധതികളാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു വെളിപ്പാടൂടെ പറയാം. അമ്മയുടെ ഉദരം തൊട്ട് ചിലരുടെ മേൽ കിടക്കുന്ന ചില വാക്തത്വങ്ങൾ ഈ ദിവസങ്ങളിൽ സടകുടഞ്ഞ് എഴുന്നേക്കാൻ സമയമായിട്ടുണ്ട്.
നാളിതുവരെയും നിനക്ക് മുമ്പിൽ പോയവനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്നവനെ ജയിക്കുവാൻ നിനക്ക് ദൈവം വിശേഷ കൃപ തരാൻ പോവുകയാണ്. സഹോദരന്റെ കുതികാലി പിടിച്ചുകൊണ്ട് നിന്നെ വിടത്തില്ലണമെന്ന് പറഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഇവൻ പുറത്തു വരിക. പിന്നെ നിങ്ങളവൻ്റെ ചരിത്രം പഠിച്ചു നോക്കി. സ്തോത്രം. വീടിനകത്ത് വെച്ച് ഒരു ദിവസം അവനൊരു പായസം വെക്കുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സഹോദരൻ വേട്ടയിറച്ചി അവൻ കൊണ്ടുവന്ന് അപ്പന് കൊടുക്കുവാൻ വേട്ടയാടാൻ പോയച്ചു വന്നപ്പം സാധുഭോജനമുള്ള ഒരു പായസം ഉണ്ടാക്കി കൊടുക്കുക. അവിടെ വെച്ച് അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അവകാശങ്ങളെ തൻ്റെ കരസ്ഥമാക്കുകയാണ്. മുമ്പോട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചങ്ങോട്ട് പോകുമ്പം ഒരു ദിവസം അവൻ്റെ വീടിൻ്റെ വാതിൽ അവൻ്റെ മുമ്പിൽ അടഞ്ഞു. സ്തോത്രം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യമുണ്ടായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവം ചിലരെ ചിലയിടത്തുനിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ചില മൂമെൻറ്റ്സിൻ്റെ മുമ്പിൽ ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. നീ എവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. എന്നും ഒരിടത്ത് തന്നെ വസിക്കണമെന്ന് ചിന്തിക്കരുത്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആരുടെയൊക്കെയോ ലൈഫിൽ ചില മൂമെൻറ്റ്സുകൾ ഉണ്ടാകാൻ പോവുക. പാർക്കുന്ന സ്ഥലത്തിന് സ്ഥാനചലനം ഉണ്ടാകാൻ പോവുക. ഞാനൊക്കെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പം ഒരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിലൊരു വീട് വെച്ച് താമസിക്കുവാൻ പല ആവർത്തി ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം അവിടെ നിന്നല്ല എന്നെ ഇളക്കി പട്ടണത്തിൽ കൊണ്ട് പാർപ്പിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാം. ചിലർ പറയുന്ന രക്തബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. നമുക്ക് ആരും ഇല്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആരാ ഉള്ളത്? സത്യത്തിൽ ആരാ നമുക്കുള്ളത്? ആരുമില്ല സത്യത്തിൽ. വല്ലതൊക്കെ ഒന്ന് നിനക്ക് സംഭവിച്ചു നോക്കണം, അപ്പോൾ അറിയുന്ന ആളുണ്ടോ ഇല്ലയോ. നിങ്ങൾ ശ്രദ്ധിക്കണം. യാക്കോബിനെ അവിടുന്ന് ഇറക്കാൻ ദൈവം തീരുമാനിച്ചേക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ വീടിൻ്റെ വാതിൽ അവന് മുമ്പിൽ അടഞ്ഞു. സ്തോത്രം. 28-ാം അധ്യായത്തിൽ അവൻ യാത്ര ചെയ്ത് പോകുമ്പം ഒരു സ്ഥലത്തെത്തുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ സൂര്യൻ അസ്തമിച്ചു. അവനൊരു സ്ഥലത്ത് കിടന്നൊരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടന്നുറങ്ങുക. നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നേരം അവനൊരു കാഴ്ച കണ്ട. കാഴ്ച നോക്കി. വീടിൻ്റെ വാതിൽ അടഞ്ഞത് കണ്ട ഇറങ്ങിയ ഒരു കാഴ്ച കാണുക. സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. എനിക്കെന്തോ ഈ തുടക്കം മുതലേ ഒരു ഹോളി സ്പിരിറ്റ് ഒരു നിയോഗം തരുന്നു. ചിലതൊക്കെ അടഞ്ഞത് ശ്രേഷ്ഠമേറിയത് തുറക്കാനാണ്. നിന്റെ വാതിൽ ചിലരടച്ചു, പക്ഷെ ദൈവം അതിനേക്കാൾ ശ്രേഷ്ഠമേറിയത്. ചില വാതിൽ അടഞ്ഞതിന് അല്പ ദിവസം കഴിയുമ്പോൾ നീ സ്തോത്രം പറയാൻ തുടങ്ങും. കർത്താവേ, അത് വന്നത് നന്നായി, ആ തടസ്സം വന്നത് നന്നായി, ആ പോരാട്ടം വന്നത് നന്നായി, അവൻ എതിരാളിയായത് നന്നായി. ആ സ്തോത്രം. അതിൻ്റെ കാരണം എന്താ? എനിക്ക് ശ്രേഷ്ഠമേറിയത് തുറക്കും ദൈവം. ഓ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്താട്ട് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ഇതുവരെ ലൈഫിൽ നടക്കാത്ത കാര്യം ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നടക്കും. അവനൊരു കല്ലെടുത്ത് തലയണയായി വെച്ചു. നിങ്ങൾ നോക്കി, നമുക്ക് ഉറക്കം നമുക്കൊരു പ്രശ്നമാണ്. ഞാനൊക്കെ എത്ര ദൂരെ പോയാലും കഴിയുമെങ്കിൽ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ വന്ന് കിടന്ന് ഉറങ്ങും. ഏത് ഹോട്ടലിൽ കിടന്നാലും 5 സ്റ്റാർ ആയാലും 7 സ്റ്റാർ ആയാലും അവനവൻ്റെ വീട്ടിൽ കിടക്കുന്ന ആ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. ചില ആൾക്കാർ പറയാറുണ്ടോ, ഇന്നലെ ഉറക്കം ശരിയായില്ല, അമ്മാച്ചൻ്റെ വീട്ടിലായിരുന്നു. ഇന്നലെ വന്ന വഴിക്ക് വണ്ടിയെ ചാരിയിരുന്നാൽ ഉറക്ക പെടലിക്കൊരു പിടുത്തം, നടുവിനൊരു പിടുത്തം. ഇവിടെ നോക്കിയ ഒരു മനുഷ്യൻ സ്തോത്രം എത്രയോ രാത്രി ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടാബ്ലറ്റ് ഷുഗറിനൊന്നുമല്ല വയ്ക്കുന്നത്, ഉറക്കത്തിനാണ് വയ്ക്കുന്നത്. ഉറക്കഗുളിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത്. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ ഒരു കല്ലെടുത്ത് വെച്ച ഒരുത്തൻ ഉറങ്ങുമോ? പക്ഷേ യാക്കോബ് കല്ലിൻ്റെ മണ്ടയ്ക്ക് തല വെച്ചപ്പം സ്തോത്രം നല്ല പഞ്ഞിമത്ത പോലെ തോന്നി. സ്തോത്രം. യാക്കോബ് കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണുക. വീടിൻ്റെ വാതിൽ അടഞ്ഞപ്പം സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ദൂത്, ഏതെങ്കിലും വാതിൽ അടഞ്ഞെന്ന് കരുതി നീ വിഷമിക്കുമൊന്നും വേണ്ട. തുറക്കാൻ പോകുന്ന വാതിൽ ശ്രേഷ്ഠമാണ്. നോക്കിയേ, ഏലിയാവിന് കാക്ക കൊണ്ട് ഒരപ്പം കൊടുത്തു. കാക്കയുടെ വരവ് നിന്നതുകൊണ്ട് ഏലിയാവ് വിഷമിക്കണോ? വേണ്ട. ഇച്ചിരി കഴിയുമ്പോൾ സാരഭാത്തിലെ വിധവ അപ്പം കൊടുക്കും, അതും നിൽക്കും. അല്പം കൂടെ കഴിയുമ്പോൾ ദൂതനപ്പം കൊടുക്കും. കണ്ടോ, എന്നും ഒരേ വഴി വേണമെന്ന് പറയല്ലേ. കാക്കയുടെ സപ്ലൈ നിന്നാൽ അടുത്ത ആൾ എഴുന്നേക്കും, അതിൻ്റെ സപ്ലൈ നിന്നാൽ ദൂതൻ ഇറങ്ങും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് എന്താവശ്യമോ അത് കർത്താവ് തരും. അല്ലേ, 1 നുറുക്ക് അപ്പം ആവശ്യമെങ്കിൽ അത് ദൈവം തരും. 3 അപ്പം ആവശ്യമെങ്കിൽ അത് ദൈവം തരും. 30 അപ്പം ആവശ്യമെങ്കിൽ അത് ദൈവം തരും. 1 മുറി അപ്പം മതി, അത് ദൈവം തരും. എന്തോ എനിക്ക് ദൈവം ഒരു ബോധ്യം തരിക, ഈ ദിവസങ്ങളിൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത വാതിൽ
നിനക്ക് വേണ്ടി ദൈവം തുറന്നിടട്ടെ. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറന്നിടട്ടെ. ശബഹത്തിരി ബിഗുഡമന രബദന. ഓ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവം പറയുക, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചവൻ്റെ മുമ്പിൽ ആ വാതിൽ തുറന്നിടാൻ പോവുക. ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എവിടൊക്കെയോ ചില വാതിലുകൾ തുറന്നിടാൻ പോവുക. ഹല്ലേലൂയ. ദൈവം ആരോടൊക്കെയോ നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ കാര്യത്തിനൊരു വാതിൽ തുറന്നിടാൻ പോവുക. അല്പജല ആരോടൊക്കെയോ ദൈവം പ്രവചിച്ച് പറയുക. ഒത്തിരി നാളുകൊണ്ട് നീ ശ്രമിക്കുക തുറക്കാത്ത ആ വാതില്, അത് ആ PR-നോട് ബന്ധപ്പെട്ടുള്ള വാതില്, ആ ദൈവത്തെ ഗ്രീൻ കാർഡിനോട് ബന്ധപ്പെട്ട ആ വാതില്, നിന്റെ ജോലിയെ പെർമനൻ്റ് ആക്കുന്ന ആ വാതില്, നിന്റെ കുഞ്ഞിന് സ്ഥാനചലനം കൊടുക്കുന്ന ആ വാതില്, എന്തോ യേശുവിൻ്റെ നാമത്തിൽ. ഓ മനുഷ്യരല്ല തുറക്കുന്ന, ദൈവമാണ് ജീസസ്. ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ റെബേക്കയുടെ ഉദരം തുറന്നെങ്കിൽ, യാക്കോബ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വാകാശം തുറന്നെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് അതൂത്, നിന്റെ പ്രാർത്ഥനയിൽ ദൈവം ചിലത് തുറക്കാൻ പോവുക. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുകയാണ്, ആർക്കും അടയ്ക്കാൻ കഴിയാതെ. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ തുറന്നാൽ ബാക്കി പറയാമോ, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആര് തുറക്കണം? ദൈവം തുറക്കണം. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, ദൈവം തുറക്കുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, ദൈവം തുറക്കും. ഞാനൊരു ദൂതിലോട്ട് വരിക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ കടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ഗോവേണി. അപ്പം ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, സ്വർഗത്തോളം എത്തിയ ഗോവേണി എന്ന് പറഞ്ഞാൽ 500 പടികളൊന്നുമില്ല. സ്തോത്രം. താഴെ കിടക്കുന്നവന് കാണാം എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഈ ടെൻറ്റിൻ്റെ അത്രയും പൊക്കാൻ വിചാരിച്ചു, അത്രയും പൊക്കത്തി. സ്വർഗം എവിടാ? ആ യാക്കോബ് പറയും കാണത്തക്ക അടുക്കലുണ്ട്, യോഹന്നാൻ പറയും കേൾക്കത്തക്ക അടുക്കലുണ്ട്, സ്തേഫാനോസ് പറയും ദൈവത്തിന് സ്തോത്രം ഈ സ്വർഗത്തിൽ നിൽക്കുന്ന ദൈവപുത്രനെ കാണത്തക്കവണ്ണം അടുത്തുണ്ട്. ഉണ്ടോ? ആരൊക്കെ പേടിപ്പിച്ചിട്ടും ചിലർ പേടിക്കാത്ത എന്നാ, അവൻ വിശ്വാസത്താൽ അവൻ്റെ അടുക്കൽ സ്വർഗം നിൽക്കുന്നേ കാണുക. അതേക്കൂടെ ദൂതന്മാരെന്ത് ചെയ്യുക? കയറുകയും അതിൻ്റെ അമ്മ തലയ്ക്കൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുക. ആ ഭാഗം ഹോശയ്യാവ് എഴുതിയിരിക്കുക, ഞാൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം ഇതുവരെയും ഇല്ലാത്തൊരു കണ്ടുമുട്ടൽ ദൈവവുമായിട്ടുണ്ടാകാൻ പോവുക. ഒരു പുതിയ എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുക എന്ന് പറഞ്ഞാൽ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ നിന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ മറിയാൻ പോകുന്നു. അവൻ ബഥേലി വെച്ച് അവനെ കണ്ടെന്നാണ് ഹോശയ്യാവ് പ്രവചിക്കുന്നത്. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. അവനെ സ്വപ്നം കണ്ട് എഴുന്നേറ്റപ്പോൾ ചാടി എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത്. 28-ാം അധ്യായം എടുത്തേ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം എടുത്തേ. സ്തോത്രം. 16-ാമത്തെ വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. ഇനി നിങ്ങൾ എന്നെ കൂടെ ശ്രദ്ധിക്കുക, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറയാൻ കാരണം എന്നാ? ഇതുവരെ കാണാത്തവനെ അവൻ ബേഥേലിൽ വെച്ച് കണ്ടു. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് പറയാം. കുറേ നാളായിട്ട് നീ വന്ന് കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, പ്രവചനം കേൾക്കുന്നു, വചനം കേൾക്കുന്നു, ആമീൻ പറയുന്നു, എഴുന്നേറ്റ് പോകുന്നു. എന്ത് സംഭവിക്കുന്നത് നീ അറിയുന്നില്ല. ആ സ്ഥിതി ഉടനെ മാറുകയാണ്. കാണേണ്ടവനെ കാണാനുള്ള മഹാഭാഗ്യം. നിനക്ക് ആഗ്രഹമുണ്ടോ ദൈവത്തെ ഒന്ന് കാണാൻ? നിന്റെ ദൈവത്തെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ഭാവി മാറ്റുന്നൊരു കൂടിക്കാഴ്ച, ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ചരിത്രം മാറ്റുന്ന കൂടിക്കാഴ്ച. ചില ആൾക്കാർ കണ്ടിട്ടില്ല, പറയുന്നേ, ബ്രദറെ, ഞാനൊരു രാത്രി കടന്നുറങ്ങുമ്പോൾ എൻ്റെ കട്ടിലിനടുക്കൽ തേജോരൂപിയായ ഒരാൾ വന്നു. ഞാനിപ്പോൾ ഓർക്കാണ്, ഹാർട്ടിന് പല ബ്ലോക്കുകളുള്ളൊരു ഈശോ എന്ന പേരുള്ളൊരു അച്ചായന്. അദ്ദേഹത്തെ നാളെ രാവിലെ ഓപ്പറേഷന് വിധേയപ്പെടുകയാണ്. ആ ദിവസം രാവിലെ അദ്ദേഹം എന്നോട് അടുക്കൽ വന്ന് പറഞ്ഞു, അനിപ്പാസ്റ്ററെ, രാത്രി 12 മണിയായപ്പം തേജോരൂപിയായ ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് സ്തോത്രം, ഒരു പിടി ഐസ് കട്ട വാരി നെഞ്ചത്ത് വെക്കുന്ന പോലെ എൻ്റെ നെഞ്ചത്ത് ഒരു പിടി ഐസ് കട്ട വാരി വെച്ചു പോയി. ബ്രദറെ, ഇപ്പോഴും ആ ഐസ് കട്ടയുടെ ഫീലിംഗ് എൻ്റെ നെഞ്ചത്തൊന്നും പോയിട്ടില്ല. പിറ്റേന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തു. സ്തോത്രം.
എൻ്റെ മകൾ എന്നെ എറണാകുളത്ത് കൊണ്ടുപോയി മറ്റൊരു ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, ആരാ പറഞ്ഞത് നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്? ആ പുള്ളിക്കാരൻ പറഞ്ഞു, ആദ്യത്തെ റിസൾട്ട് കറക്റ്റാ, രണ്ടാമത്തെ റിസൾട്ടും കറക്റ്റാ, ഇതിനിടയ്ക്ക് ഒരു കാര്യം നടന്നു. ഞാൻ ഒരുവനെ കണ്ടു. ഞാൻ എന്തോ ദൈവത്തിൻ്റെ ആത്മാവിനൊരു വെളിപ്പാട് പറയുക. ആർക്കുമില്ലാത്തൊരു ഫീലിംഗ്, ആർക്കുമില്ലാത്തൊരു കൂടിക്കാഴ്ച. ചിലരെയൊക്കെ നമ്മൾ നിർബന്ധിച്ചൊരു യോഗത്തിന് കൊണ്ടുവരുത്തുവോ, ഒരു TV പ്രോഗ്രാമിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തുവോ, ഒരു പ്രസംഗത്തിനൊക്കെ കൊണ്ടിരുത്തുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ധാരാളം നെഗറ്റീവ് എനർജികളുണ്ട്. ഒരു പക്ഷേ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, ഒരു പക്ഷേ ദൈവത്തിന് സ്തോത്രം ഫിസിക്കൽ പ്രോബ്ലം ആയിരിക്കാം, ഒരു പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം ആയിരിക്കാം, എക്സ്ട്രാ എന്തുമായിക്കൊള്ളട്ടെ. ആ പ്രശ്നം അവൻ്റെ മനസ്സിനെ വല്ലാതെ ഒലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിർബന്ധിതനായിട്ടുള്ള യോഗത്തിന് കൊണ്ടുവന്നത്. യോഗത്തിന് വന്നിരിക്കുമ്പോൾ ആദ്യത്തെ സാമിൻ്റെ പാട്ട് കേട്ടിട്ടും പുള്ളിക്ക് കൈയടിക്കാനൊന്നും പറ്റുന്നില്ല. പുള്ളി ഫോണിലൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പാട്ട് കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, അമ്മ ദൈവത്തിന് സ്തോത്രം. പക്ഷേ സാമിൻ്റെ പാട്ടിൽ നടക്കാത്തത് എന്തോ. പ്രസംഗത്തിൻ്റെ നടുവിൽ പുള്ളിക്കാരൻ ഫോണൊക്കെ കമത്തി വെച്ച് തുറിച്ചു നോക്കിയിരുന്നു. സ്തോത്രം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അടുത്തൊരു പ്രസംഗം തുടങ്ങി. ആ പ്രസംഗത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ആ ഇരുന്ന മനുഷ്യൻ കരയാൻ തുടങ്ങി. അതിനർത്ഥം എന്താ? ദൈവത്തിന് സ്തോത്രം, എന്തോ അവനിൽ നടക്കുക. ഓരോ മീറ്റിങ്ങിനകത്തും ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നടക്കുന്നത് ഒരു ഹോസ്പിറ്റലിലുമല്ല, പ്രയറിലാണ്. ഏതനിൽ മുറിവില്ലാതെ അസ്ഥി മാറ്റിവെച്ച ദൈവം ഇന്നും പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂത് പറയാം, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ ശാപങ്ങളെ അഴിക്കാൻ. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്നൊരു ദൈവസ്പർശനം നിനക്കുണ്ടാകാൻ പോവുക, നിനക്കൊരു ദൈവസ്പർശനം ഉണ്ടാകാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഇന്ന് വെറുതെ നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയതല്ല, വെറുതെ പ്രാർത്ഥിച്ചു തുടങ്ങിയതല്ല, നിന്നിൽ എന്തോ ദൈവം ആരംഭിക്കാൻ പോവുക. ഞാൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെയോ ദൈവാത്മാ പറയാം, ആർക്കുമില്ലാത്തൊരു അനുഭവം നിനക്കുണ്ടാകാൻ പോവുക. ഒരുത്തൻ വിശ്വാസത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ, എന്നോട് ചോദിച്ചാൽ എനിക്ക് 2 മക്കളാണ്, എന്നോട് ചോദിച്ചാൽ നിൻ്റെ മോൻ ആരാകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കി പറയും, അവൻ ഉപദേശിയാകണമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചാൽ അവൻ ഉപദേശിയാകുകയില്ല. ഞാൻ വിചാരിച്ചിട്ട് അവൻ ഉപദേശിയായാൽ അത് ഒരു ഉപദേശി പണിയാവും. മറിച്ച് കാണേണ്ടവനെ അവൻ്റെ ജീവിതയാത്രയെ കണ്ടാൽ അവനൊരു ശുശ്രൂഷകനാവും. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ അനുഭവം കൊണ്ട് ബൈബിൾ എടുത്തവർ, അനുഭവത്തിൽ ദൈവത്തെ കണ്ട് വചനമെടുത്തവൻ, ആകാശം ഭൂമി ഇളകിയാലും അവനൊരു മാറ്റവുമില്ല. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. നിൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. വായിക്കുന്നതിന് വായിക്കുമൊന്നും വേണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. സ്തോത്രം. മോശയുടെ ആദ്യത്തെ 40 വർഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, കൊട്ടാരത്തിലെ 40 വർഷമായിരുന്നു. ജനിച്ചപ്പോൾ ചോയൊന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവനായിരുന്നു ആര്? മോശ. നമ്മുടെയൊക്കെ പിള്ളേർ കരഞ്ഞില്ലെങ്കിൽ അമ്മമാർ ഞുള്ളു. എന്തിനാ? ഞുള്ളി കരയിക്കാത്ത അമ്മമാർ. കൊച്ചു കരഞ്ഞില്ലേ, ഞുള്ളത്തില്ലേ? എന്തിനാ? ഇതിന് വല്ല കരച്ചിലിന് കുഴപ്പമുണ്ടോയെന്നറിയാനാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, കൊച്ചു കരഞ്ഞാൽ മാത്രം മതിയോ? പിന്നെ കൊച്ചു അമ്മ എന്ന് വിളിക്കണം. അപ്പ യോഗത്തിന് സ്തോത്രം പറയാത്ത അമ്മ പോലും എത്ര പ്രാവശ്യം കൊച്ചിൻ്റെ മുഖത്ത് നോക്കി അമ്മ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ച്, അല്ല അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ എംകോങ്കാരിയായിട്ടല്ല വന്നേ. നിങ്ങളെന്നെ എന്നാ നോക്കിയിരിക്കുന്നതിന്? ശരിയല്ലേ? എന്തുമാത്രം അമ്മയമ്മ പറഞ്ഞാൽ നീ അമ്മയെന്ന് വിളിച്ചേ. ചില പിള്ളേർ തുടങ്ങുമ്പോഴേ പരിപാടി അങ്ങ് തുടങ്ങും. ചിലർ പിള്ളേർ അങ്ങനല്ല. മൂത്തത് സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, അമ്മ അമ്മ വിളിച്ചാൽ സംസാരിച്ച് തുടങ്ങുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് പിന്നെ അങ്ങോട്ട് വളരാൻ തുടങ്ങും. ആ കുഞ്ഞ് വളർന്നങ്ങോട്ട് പന്തലിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുടക്കത്തിലേ പറയാം. ദൈവത്തിന് സ്തോത്രം, ദൈവം എന്തൊക്കെയോ ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ ചെയ്തു തുടങ്ങാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര്? നിങ്ങൾ നോക്കിയേ, ഈ കുഞ്ഞിന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ല. കാരണം എന്താ? കരഞ്ഞാൽ അമ്മ ബാബത്തും, അമ്മ ഉറങ്ങുമ്പോൾ അപ്പം ബാബത്തും, മാറി മാറി ബാബത്തുക. മോശം ചോദിക്കുക, കർത്താവേ, കൊച്ചു കുഞ്ഞാന്നൊരു ഉള്ളി ചോദിക്കുക, കർത്താവേ ഇതെന്നാ ലൈഫാ? സ്തോത്രം. ദൈവം പറയുക, നീ സാധാരണയാളല്ല, നീ ഒരു അസാധാരണ മനുഷ്യനാവും. മിണ്ടുന്നില്ല. ആർക്കുമില്ലാത്ത പോരാട്ടം നിനക്ക് വന്നെങ്കിലും ആരും പാപത്ത പോലെ നിന്റെ പാപത്താൻ ചിലരെഴുന്നേറ്റാ നീ ഓർത്തോണം, ആരും വളരുന്നതിനപ്പുറത്ത് നീ വളരും, ആരും ഉയരുന്നതിനപ്പുറത്ത് നീ ഉയരും.
യേശുവിൻ്റെ നാമത്തിൽ. മോശക്കുഞ്ഞിൻ്റെ വാവത്താൻ തുടങ്ങിയതാ, ഇന്നും നിർത്തിയിട്ടില്ല. ഇന്നും നമ്മുടെ വാവത്താൻ ചിലർ കൈ കൊണ്ട് നടക്കുക. നമ്മൾ മുഖം കൊടുക്കാത്തതുകൊണ്ടാണ് പൊത്താത്തെ. പൊത്തണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ദൈവത്തിന് സ്തോത്രം ആർക്കും പൊത്താൻ പറ്റുകയില്ല. ചുരുക്കി അങ്ങ് പറയാം, ദൈവത്തിന് സ്തോത്രം. മോശക്കുഞ്ഞിനെ അവസാനം വീട്ടിൽ വഹിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായപ്പം ഒരു പെട്ടകത്തിനകത്ത് ഒഴുക്കി വിട്ടു. സ്തോത്രം. ഒഴുക്കി വിട്ട കൊച്ചിനെ കൊട്ടാരത്തിലെത്തിച്ചു. അതൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് ഭയങ്കര പദ്ധതിയാണ്. ദൈവം കറക്റ്റ് മാപ്പ് വരച്ചേക്കുക. ഞാനൊരു ദൂതൂടെ പറയട്ടെ, നിൻ്റെ കൊച്ച് എത്തേണ്ടിടത്ത് എത്താനുള്ള സമയമായി. ദൈവം വരച്ചിട്ട വഴിയിൽ നിൻ്റെ കൊച്ച് എത്തേണ്ട സമയമായി. ആരോടൊക്കെയോ ദൈവം സംസാരിക്കാം. നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിരാശപ്പെടുന്ന പേരൻസിനോട് ഞാൻ പറയുക, പ്രയർ റിക്വസ്റ്റുകൾ വരുമ്പം എഴുതി വെച്ച 1,24,000 പ്രാർത്ഥനാ വിഷയത്തിനകത്ത് സ്തോത്രം 9,000-ലധികം പ്രാർത്ഥനാ വിഷയം ട്രഗഡിറ്റായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ഇന്നലെ എൻ്റെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എവിടുന്നെങ്കിലും ഒരു റിവൈവൽ പൊട്ടിപ്പുറപ്പെടണേ. അത് ജീസസ് വോയിസിൽ കൂടെ മാത്രമാകണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടുന്നെങ്കിലും ഒരു റിവൈവൽ ആരെയും ഒന്ന് എഴുന്നേൽപ്പിക്കണേ. ഈ തലമുറയെ മയക്കുമരുന്ന് രക്ഷിക്കുന്ന ആ കരമൊന്ന്. യെസ്, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. പണ്ടൊക്കെ കോളേജ് ക്യാമ്പസുകളിലായിരുന്നു കഞ്ചാവിൻ്റെയും ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം. ഇപ്പം അതെല്ലാം മാറി. 8 വയസ്സും 10 വയസ്സും 14 വയസ്സും പിള്ളേർ പണ്ടത്തേലോട്ട് സിഗരറ്റിലെ സുക്കായെടുത്ത് കളഞ്ഞ് വെച്ച് കഞ്ചാവ് നിറച്ച് വലിക്കുമൊന്നും വേണ്ട. ഇപ്പം ദൈവത്തിന് സ്തോത്രം, ചുമ്മാതെ ഒരു ശംഖ് പോലൊരു സാധനത്തെ തിരുമ്മി വെച്ച് മണപ്പിച്ചാൽ മതി, കിക്കായി നടന്നോളൂ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 18 വയസ്സും 17 വയസ്സും 19 വയസ്സും 20 വയസ്സുമുള്ള കുറച്ച് പിള്ളേർ അടിച്ച് കിക്കായി ഒരു കണ്ടെത്തി കറങ്ങുന്ന വീഡിയോ എനിക്ക് ആരോ അയച്ചു തന്നു. സ്തോത്രം. നല്ല നല്ല വീട്ടിലെ പിള്ളേർ പൊട്ടിച്ചിരിക്കുക. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നല്ല നല്ല കുടുംബത്തിൽ പിറന്ന നല്ല പിള്ളേർ, ദൈവത്തിന് സ്തോത്രം, നല്ലയപ്പനും നല്ലയമ്മയ്ക്കും പിറന്ന പിള്ളേർ ഇപ്പം നോക്കിയാൽ കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും അടിമയായി. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിക്കാൻ 60-70 വയസ്സുള്ളവർ എഴുന്നേൽക്കുക. അതിൻ്റെ കാരണം എന്താ? വല്ലാത്ത പൈശാചികത്വം ഈ മണ്ണിൽ താണ്ഡവ നൃത്തം ആടുകയാണ്. ഇങ്ങനെ പോയാൽ ഈ ജനറേഷൻ എവിടെ എത്തും? സകല സ്കൂളിൻ്റെ ക്യാമ്പസുകളിലും ദൈവത്തിന് സ്തോത്രം പിള്ളേർ പോലും ഇപ്പം മയക്കുമരുന്നുകൾ വിൽക്കുക. ഈ ജനറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഈ ജനറേഷനെ പാപത്തിൻ്റെ മുഖം പൊട്ടിക്കുന്ന ഒരു റിവൈവൽ പൊട്ടിപ്പുറപ്പെടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ തുറന്നു പറയാം. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യല്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരാണ് പ്രാർത്ഥിക്കുന്ന ആരാധനകൾ. എല്ലാ ആരാധനകളിലും പാപം ചെയ്യുന്ന പിള്ളേരോട് പാപം ചെയ്യല്ലേ എന്ന് പഠിപ്പിക്കുക. പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളിലൊന്നും ആരും കയറത്തില്ലായിരുന്നു. ഇപ്പം 13 വയസ്സുള്ളവനും 10 വയസ്സുള്ളവനും ഒക്കെ ആവശ്യമില്ലാത്ത വെബ്സൈറ്റ് കയറി കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത കേൾവികളും കേട്ട് ദൈവത്തിന് സ്തോത്രം വികാര വിചാരങ്ങൾക്ക് അടിമകളായി വല്ലാത്ത പൈശാചികത്വം ഇവിടെ നടമാടുമ്പം പ്രാർത്ഥിക്കുന്ന പേരൻസിനോട് ഞാൻ പറയാം, നിന്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, തകരാതെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ നോക്കിയ ദൈവത്തിന് സ്തോത്രം, നിന്റെ തലമുറ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പണ്ടൊക്കെ ചരിത്രത്തിൽ നമ്മുടെയൊക്കെ നാട്ടിൽ കേട്ടുള്ള കേൾവി പറയാം. ഒരു ഡ്രൈവറുടെ മോനെ, ഇപ്പം ഞാനൊരു ഉപദേശിയല്ലേ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോനെ ഉപദേശിയാക്കാൻ എനിക്ക് ആഗ്രഹം. ഒരു ഡ്രൈവറുടെ മോനും ഡ്രൈവറാക്കാൻ ആ ഡ്രൈവർക്ക് ആവശ്യം. ഒരു ഡോക്ടറുടെ മോനെ ഡോക്ടറാക്കാൻ ആ ഡോക്ടർക്ക് ആഗ്രഹം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഭാവി തിരുത്തി വരയ്ക്കുന്നവൻ ദൈവമാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാനിപ്പോൾ ഉപദേശിച്ച എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ഉപദേശിയില്ല, പക്ഷേ ആ കുടുംബത്തിൽ ഞാനെങ്ങനെ ഉപദേശിയായി പറയാം, കർത്താവിനെ കണ്ടപ്പോൾ എൻ്റെ ഭാവിയുടെ റൂട്ട് മാറി. ആരോടോ ദൈവം പറയാം, നിൻ്റെ സന്തതി എത്തേണ്ടിടത്തെത്തും. പണ്ടൊക്കെ ഓലപ്പരയ്ക്കകത്തൊക്കെ ചെന്ന് പ്രവാചകന്മാർ പ്രവചിച്ച് പറയുമായിരുന്നു. ഓലപ്പരയ്ക്കകത്തുള്ള അമ്മച്ചിയോട് പറയും, നിൻ്റെ ഒരു മോൾ മഞ്ഞ് പെയ്യുന്ന രാജ്യത്തും നിൻ്റെ ഒരു മോൻ ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സ്ഥലത്തും പോകാൻ പോകുമെന്ന്. അമ്മച്ചി അന്തം വിട്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. കുറച്ച് നാൾ കഴിഞ്ഞപ്പം 3ാം ക്ലാസ് പാസ്സാകാത്ത അമ്മച്ചിയെ അമേരിക്കയിലെ ഒരു റോഡിൽ കൂടെ രാവിലെ മോർണിംഗ് വാക്കിന് മുമ്പ് എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുക, കൊട്ടാരക്കരക്കാരൻ പൊടിയൊരു ഉപദേശി ഓലപ്പരയ്ക്കകത്ത് വന്ന് പ്രവചിച്ചതാ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ പോകുമെന്ന്. 2ാം ക്ലാസ് പാസ്സാകാത്ത ഞാനിവിടെ വന്നിട്ട് 7.5 മാസമായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും.
നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും പാരമ്പര്യം യേശുവിൻ്റെ നാമത്തിൽ എവിടൊക്കെയോ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാ, എവിടൊക്കെയോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഈ തലമുറകൾക്ക് ഇന്നൊരു വിടുതലാണ്. എത്തേണ്ടിടത്ത് അവരെ എത്തിക്കാൻ ദൈവത്തിന് സ്വന്തം. നിന്റെ തലമുറയ്ക്ക് ചില ഇരിപ്പിടങ്ങൾ ദൈവം ഒരുക്കട്ടെ. ചില നിന്നെ എത്തിക്കേണ്ട തലം ദൈവം തുറന്നു തരട്ടെ. എന്തോ മുമ്പേ ഞാൻ കേട്ടപ്പോഴും കേട്ടു, ഇന്ന് തലമുറകൾക്ക് വിടുതല. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യുന്ന സ്പിരിറ്റ് ഇന്നത്തെ പ്രാർത്ഥനയുടെ നടുവിൽ അഴിഞ്ഞു മാറുന്ന കാഴ്ച. എത്ര പ്രാർത്ഥിച്ചിട്ടും അഴിയാത്ത കുരുക്കിന്നത്തെ പ്രാർത്ഥനയിൽ അഴിയും. എത്ര പ്രാർത്ഥിച്ചിട്ടും ഇളകാത്ത ബന്ധനങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ. മോശക്കുഞ്ഞ് കൊട്ടാരത്തിൽ നീണ്ട വർഷങ്ങൾ വളർന്നു. 40 വർഷമായപ്പം അവിടുന്ന് ദൈവം ഇറക്കി. പിന്നെ അങ്ങോട്ട് വിട്ടേന്നാന്നറിയാം, അടുത്ത കൊട്ടാരത്തിലോട്ടല്ല. പിന്നത്തെ പ്രൊമോഷൻ എവിടോട്ടായിരുന്നു? ആടിനെ തീറ്റുന്ന ജോലിയാണ്. മോശയ്ക്കൊന്നും പിടികിട്ടില്ല. 80ാമത്തെ വയസ്സിൽ മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടു. ഈ 80 വർഷം സഹിച്ച പലതിൻ്റെ ഉത്തരമായിരുന്നു അടുത്ത 40 വർഷം. ആരോടൊക്കെയോ ദൈവം പ്രവചിച്ച് പറയുന്നൊരു ദൂത് പറയാം. ഇതുവരെ നിനക്ക് പിടികിട്ടാത്ത ചില റൂട്ട് ദൈവത്തെ കാണുമ്പം പിടികിട്ടും. നീ പോകാത്ത വഴികൾ ഈ ദിവസങ്ങളിൽ നീ പോകാൻ പോവുക. നീ എത്തേണ്ട സ്ഥലത്ത് എത്തുവാൻ ദൈവത്തിന് സമയമായി. അപ്പോൾ മോശയുടെ ലൈഫിൻ്റെ വഴിത്തിരിവ് ഒരു ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. ഇവിടെ പറയാം, ബേഥേലിൽ വെച്ചു ഞാൻ അവനെ കണ്ടുമുട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്ന ദൂതിൻ്റെ വിവരണത്തിലാണ് വരാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെ ഒരാൾ കണ്ടുമുട്ടിയാൽ അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അവിടെ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടി. ഇനി അടുത്ത ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചു. ചോദ്യം, ദൂത് തുടങ്ങുക. യാക്കോബിൻ്റെ കരച്ചിൽ എന്തിനു വേണ്ടിയായിരുന്നു? പറയാമോ? എന്തിനാ യാക്കോബ് കരഞ്ഞേ? ഒറ്റ കാര്യത്തിനാ, എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണം. ഒരാമ്യം വരുന്നില്ല. എന്തോ ദൈവത്തിൻ്റെ ആത്മാവിനോട് ദൂത് പറയാം. കരച്ചിലിന് ഭയങ്കര വിടുതലാണ് നടക്കുന്നത്. ചില വിഷയത്തിന്മേ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സംതൃപ്തി ഭയങ്കരമാണ്. എന്നോട് ദൈവം പറയാം, നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു കരച്ചിൽ മതി വിടുതൽ കിട്ടാൻ. അവിടെ അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ പ്രാർത്ഥന യാബോക്കടവിലെ പ്രാർത്ഥനയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, അവൻ പുരുഷപ്രായമായപ്പോൾ, വായിച്ച ഹോശയ്യാവിലെടുത്ത്, പുരുഷപ്രായമായപ്പോൾ, ദൈവത്തിന് സ്തോത്രം, 12-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം 3-ാമത്തെ വാക്യം. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു. തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി. തന്റെ പുരുഷപ്രായത്തിൽ ആരോട് പൊരുതി? ദൈവത്തോട് പൊരുതി. ദൈവത്തോട് പൊരുതി. അത് ആ വാക്യത്തിൽ അങ്ങനെ വായിച്ചാൽ മനസ്സിലാകത്തില്ല. അടുത്ത വാക്യത്തിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാവും. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു മൽപ്പിടുത്തം നടന്നെന്നല്ല അവിടെ എഴുതിയേക്കുന്നേ. ആ ഭൂമി ദൈവത്തോട് പൊരുതി ജയിച്ചെന്ന് പറയുന്നത് കണ്ണുനീരുകൊണ്ടാണ്. ഞാനൊരു ദൂത് തുടങ്ങുക. കണ്ണുനീരിനെ മറികടക്കത്തില്ല ദൈവം. സ്തോത്രം. ഞാൻ പിതാക്കന്മാരുടെ കാലത്ത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആരുടെയും പേരിലില്ലായിരുന്നു. 50 ഏക്കർ തോട്ടവും 5 കോടി രൂപ ബാങ്കിലും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ പേരൻസ് മക്കൾക്ക് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീരുണ്ടായിരുന്നു. ഇന്ന് ഹൈടെക് യുഗമായോണ്ട് വറ്റിപ്പോയ ഒന്നേ ഉള്ളൂ. എന്തുവാ? കണ്ണുനീര്. ഇത് പറയുന്ന ആഴ്ച കുറച്ച് കണ്ണുനീരൊഴുക്കി വെച്ച് യോഗത്തിനല്ല. കരയുന്നത് ആരും കരയരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കരയാവൂ. ഒരാമയും വരുന്നില്ല. നിന്റെ കരച്ചിൽ നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ഇടുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, കരച്ചിലിനൊക്കെ ഈ ദിവസങ്ങളിൽ മറുപടി ഉണ്ട്. നിന്റെ കരച്ചിൽ ആരും കാണുന്നില്ലെന്ന് നിനക്ക് തോന്നിയാലും നിന്റെ കരച്ചിൽ ദൈവം കാണുന്നുണ്ട്. ബൈബിളിലെ വാക്യമാണ്, നിന്റെ കണ്ണുനീറവൻ തുരുത്തിയിലാക്കി വെക്കും. യാക്കോബ് യാബോക്കടവിൻ്റെ തീരത്ത് കരയുക. 32-ാം അധ്യായത്തിലൂടെ നമുക്കൊന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ അവൻ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതാൻ തുടങ്ങി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. കരഞ്ഞവൻ അപേക്ഷിച്ചു. 32-ാം അധ്യായത്തിൽ യാബോക്കടവിൻ്റെ തീരത്ത് ഉഷസ്സാകുവോളം ഒരു ദൂതനുമായി മല്ല് പിടിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അടുത്തത്, എന്നെ വിടുക,
ഉഷസ്തുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ആ എന്ന് കണ്ണുനീരെന്തിനായിരുന്നു? കർത്താവേ, നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ മെസ്സേജ് തുടങ്ങുക. ഇന്ന് ഈ ആരാധന കേൾക്കുന്ന ചിലരോട് ദൈവം പറയുക, അമ്മ കണ്ണുനീരൊഴുക്കി ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറാണെങ്കിൽ നിന്റെ കുലത്തിലും കുടുംബത്തിലും ആരെയും അനുഗ്രഹിക്കാത്ത പോലെ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, നീ അനുഗ്രഹിക്കപ്പെടാൻ സമയമായെന്ന് പറ. ഓ, ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പല കുരുക്ക് കിടപ്പുണ്ടെങ്കിലും, പല ബന്ധനങ്ങളുണ്ടെങ്കിലും, പല തടസ്സങ്ങളുണ്ടെങ്കിലും, നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ ഞാൻ അനുഗ്രഹിക്കപ്പെടാനുള്ള സമയമായി? അതൊരു അനിപ്പാസ്റ്റ് പ്രവചിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങളൊരു കാര്യം തിരിച്ചറിയാൻ പോകുന്നു. കാര്യങ്ങളെല്ലാം ഒന്ന് ഇളകി മറിയാൻ പോവാ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, ചില വീടുകൾക്കകത്ത് ആ അനുഗ്രഹം വെളിപ്പെടാൻ പോവാ. ചിലരുടെ പേര് മാറ്റിയിടുന്ന അനുഗ്രഹം, ചില കുടുംബങ്ങളുടെ ചരിത്രം തിരുത്തുന്ന അനുഗ്രഹം, നിന്ദിക്കപ്പെട്ട നിന്റെ വീടിൻ്റെ മുഖച്ഛായ ഇന്നൊന്ന് പോരാടി പ്രാർത്ഥിച്ച് നിർത്താവൂ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മൾ മാത്രമൊന്നുമല്ല കരയുന്നത്, ദൈവം ഉണ്ടാക്കിയതെല്ലാം ഭൂമി കരയുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ കരച്ചിലിൻ്റെ ഭാഗം നിങ്ങളുടെ മനസ്സിലോട്ട് വരത്തുള്ളൂ. 147 സങ്കീർത്തനം എടുക്കാം. 8-ാമത്തെയും 9-ാമത്തെയും വാക്യം ശ്രദ്ധിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു. ഭൂമിക്കായി മഴ ഒരുക്കുന്നു. ഭൂമിക്കായി മഴ ഒരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ആമീൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കും. മൃഗത്തിന്റെ കരച്ചിൽ കേട്ട് പുല്ലും കാക്കയുടെ കരച്ചിൽ കേട്ട് അതിന് വേണ്ട തീനും എത്തിച്ചു കൊടുക്കാൻ ദൈവത്തിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ, മൃഗത്തിൻ്റെ കരച്ചിലിൽ മഴ പെയ്യിച്ച് ആമീൻ ദൈവം ചിലതിനെ മുളപ്പിക്കുന്നെങ്കിൽ നിന്റെ നിലവിളി കേൾക്കാതിരിക്കുമോ? ഓ, ഒരു നല്ല ഹാല്. നിന്നെ ഒന്ന് ധൈര്യപ്പെടുത്താൻ പറയുക. ഈ ദിവസങ്ങളിൽ നീ ചിന്തിക്കാത്ത ലെവലിൽ നിന്റെ അനുഗ്രഹം ഇറങ്ങി നിൽക്കുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവൻ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, ഒരാമയും വരുന്നില്ല, എത്തിച്ചു കൊടുക്കുന്ന ദൈവമാണ്. എടാ, നിന്റെ വീട്ടുമുറ്റത്ത് കരയുന്ന കാക്കയുടെ കാര്യത്തിൽ ദൈവം പരിഗണിക്കുമെങ്കിൽ അകത്ത് കരയുന്ന നിന്റെ കാര്യത്തിലോ? മിണ്ടുന്നില്ല. ദൈവം എന്നോട് പറയാം, നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി, നിന്റെ കൂടാരത്തിൻ്റെ സ്ഥിതി മാറാൻ സമയമായി. ഹല്ലേലൂയ. ഇയ്യോബ് 38-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചോദിക്കുന്നൊരു ചോദ്യം കേട്ടോ. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. കാക്കക്കുഞ്ഞുങ്ങൾ ഇരട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാർ? കാക്കക്കുഞ്ഞുങ്ങൾ നിലവിളിക്കുമ്പം അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നവൻ ആരാടാ? പറയാമെങ്കിൽ പറ. ഒരാമയും വരുന്നില്ല. എടാ, നിന്റെ വീട്ടുമുറ്റത്ത് ക്രാക്രാന്ന് പറയുന്നൊരു കാക്കയുടെ കാര്യം സ്വർഗത്തിൻ്റെ രജിസ്റ്ററിനകത്തുണ്ടെങ്കിൽ നിന്റെ കാര്യം ഇല്ലാതിരിക്കുമോ? ഓ ഓ ഓ ഓ ഞാൻ ഈ ദൂത് തയ്യാറാക്കിയപ്പോൾ ഞാൻ ഇരുന്ന കസാറയിൽ നിന്ന് എഴുന്നേറ്റു. നിന്റെ സ്പന്ദനങ്ങൾ ദൈവത്തിൻ്റെ രജിസ്റ്റർ ബുക്കിലുണ്ട്. പിശാചി തട്ടിക്കളിക്കുന്നൊരു പാവയല്ല നീ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ മകനാണ്. അങ്ങനെയാന്ന് ദൂത് പറയാം. മൃഗത്തിൻ്റെ കരച്ചിൽ കേട്ട് പുല്ല് മുളപ്പിക്കുമെങ്കിൽ, കാക്കയുടെ കരച്ചിൽ കേട്ട് അവന് തീനെത്തിച്ചു കൊടുക്കുമെങ്കിൽ നിന്റെ കരച്ചിൽ കേൾക്കാതിരിക്കുമോ? ഞാനൊരു കാര്യം പറയാം. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നീ ഒന്ന് ഉള്ളുരുകി കരഞ്ഞാൽ നിന്റെ കരച്ചിലിന് നീ ചിന്തിക്കാത്ത ഭാവത്തിൽ മറുപടി വെളിപ്പെട്ടു വരും. ഓ ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞിട്ട് മറുപടി കിട്ടിയവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ച്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് കാണാം മൊത്തം കൈ താത്തിട്ട ഒരുത്തര് പോലുമില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ 2 കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. കാരണം എന്താ? കരച്ചിലിന് മുമ്പിൽ ആയിരക്കണക്കിന് മറുപടി വാങ്ങിച്ചവനാ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നീ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടിയുണ്ട്. ഇനി ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ പ്രയറിൻ്റെയും ആരാധനയുടെയൊക്കെ ഒരു പവർ പറയാം. നിങ്ങൾ ഒരു വീട്ടിലൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരാൾ പ്രയറിന് വന്ന് കയറുമ്പോൾ
എന്തുവാ സംഭവിക്കുന്നത്? ഒരാൾ പ്രവചിച്ചോ ഒരു രോഗിയെ എഴുന്നേറ്റ് ഒരു അത്ഭുതം കാണിച്ചോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് നീ പ്രാർത്ഥനയ്ക്ക് ദൈവത്തോട് അടുത്ത് വരുമ്പം ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതി നിന്നോടടുത്ത് വരും. ഒരാമയും വരുന്നില്ല. ഇന്നത്തെ ഈ ദൂതിനകത്ത് ഒരു കാര്യം പറയാം, നീയും പ്രാർത്ഥിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വ്യക്തിപരമായിട്ടൊന്ന് ബ്ലസ്ഡ് ആകണമെന്ന്. നീ ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ കൂടെ കൂടെ കണ്ണാടി നോക്കി ചിരിച്ചോണ്ട് ഞാൻ പറയാറുണ്ട്, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങളും പറയുന്നത് നല്ലതാ. സ്തോത്രം. അപ്പം തന്നെ അനിപ്പാസ്റ്ററെ എല്ലാ പ്രശ്നവും പാസ്റ്ററെ തീർന്നു. പ്രശ്നം തീർന്നെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ പ്രശ്നം ഉണ്ടേലും ഇല്ലേലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്തേച്ചോടെ നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട ആളാന്ന് പറ. ചിരിച്ചോണ്ട് പറ, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട ആളാ. ഇന്ന് തൊട്ട് നിങ്ങളുടെ ചിന്തയുടെ തലം മാറാൻ പോവുക. ഇന്ന് തൊട്ട് നിങ്ങളുടെ സംസാര ഭാഷ മാറാൻ പോവുക. ഇന്ന് തൊട്ട് പ്രാർത്ഥനാ മുറിയിലെ ഭാഷ മാറാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ബ്ലസ്ഡ് ആണ്. അബ്രഹാമേ യു ആർ ബ്ലസ്ഡ്. എബ്രഹാം യു ആർ ബ്ലസ്ഡ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ബ്രദർ ദൈവത്തിന് സ്തോത്രം, സാബു നിങ്ങളൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം, പാസ്റ്റർ എബ്രഹാം നിങ്ങളൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിളിക്കുന്ന ചിലരോട് പറയുക, നിങ്ങളൊരു അനുഗ്രഹമാണ്. നെഞ്ചത്ത് കൈ വെച്ചോ, ഞാനൊരു അനുഗ്രഹമാണെന്ന് പറ. അത് വന്നപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വരുന്നില്ലേ? ഇല്ലേ? ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ടൊന്ന് തയ്യാറായിക്കേ. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ശാപത്തിലല്ല, ഞാൻ എന്തിലാണ്? എന്നിട്ട് എന്തിനാണ് അനുഗ്രഹം? കാണാം, അല്പ ദിവസം കാണിക്കാം. ഇന്ന് പറയണം, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. ജീസസ്, നിന്നെ ഒറ്റപ്പെടൽ വന്നത് തീർക്കാനല്ല, അനുഗ്രഹം നിന്റെ മേൽ ഒറ്റയ്ക്ക് തരാനാ. ഒരാമയും വരുന്നില്ല. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ചിലരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബ്ലസ് ചെയ്യാൻ, നിന്റെ ഫീലിങ്സ് അറിഞ്ഞ്, നിന്റെ വേദന അറിഞ്ഞ്, നിന്റെ ദുഃഖം അറിഞ്ഞ്. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന കാലഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം രാത്രിയിലോ ഞാനൊരു ശബ്ദം കേട്ടു. ശബ്ദം ഇതായിരുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോഴും വെളുപ്പിനെ 4:30 ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇതായിരുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ശബ്ദം കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, വ്യക്തിപരമായി നീ ദൈവത്തെ കാണാൻ പോവുക. വ്യക്തിപരമായി നീ ശബ്ദം കേൾക്കാൻ പോവുക. നിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നെന്നല്ല, യാക്കോബേ നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ കരഞ്ഞുള്ള പ്രാർത്ഥന. യെസ്, വേദപുസ്തകത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ബാക്കി പറയാമോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് വചനം പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് പറയാം, നിന്റെ നിലവിളിയുടെ മുമ്പിൽ വേഗത്തിലൊരു പ്രതിക്രിയ. ശമന രഗതന, നിന്റെ രോഗത്തിൻ്റെ കാര്യത്തിലൊരു പ്രതിക്രിയ. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ എവിടൊക്കെയോ ദൈവസ്പർശനമുണ്ട്. നിന്റെ വീടിൻ്റെ പേര് മാറാൻ പോകുന്നു. യാക്കോബേ, യെസ്, യാബോക്കടവിൻ്റെ തീരത്ത് യാക്കോബ് മല്ലി പിടിക്കുക. ഇവിടെ വായിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ദൂതൻ പറയാ, ഉഷസാകുന്നു, എന്നെ വിട്. അപ്പൊ ചോദ്യം, യാക്കോബാണോ വലുത്, അവിടെ വെളിപ്പെട്ട ദൈവസാന്നിധ്യമാണോ വലുത്? ദൈവസാന്നിധ്യം തന്നെയാ വലുത്, ദൈവം തന്നെയാ വലുത്. പക്ഷെ കണ്ണുനീര് കണ്ടാ വിട്ടേച്ചു പോവുകയില്ല. അതാ ഇതിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞൊരാമയും പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. യാക്കോബ് പ്രാർത്ഥിക്കാം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ. നിന്റെ വീട്ടുമുറ്റത്ത് കരയുന്ന ഒരു കാക്കയുടെ കാര്യം ദൈവം പരിഗണിക്കുമെങ്കിൽ നിന്റെ കാര്യം എത്രയധികം. സ്തോത്രം. ദൈവത്തിന് ചിലരോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകട്ടെ. യാബോക്കടവിൻ്റെ തീരത്തൊരു യാക്കോബ് മല്ലി പിടിക്കുക. സ്തോത്രം. വീട്ടിലിട്ട പേര് യാക്കോബ്, വീട്ടുകാരിട്ട പേരിൻ്റെ അർത്ഥം ഉപായി. നോക്കിക്കേ, ദൈവം അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുക, ഇനിയും നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിനക്കൊരു പേര് ഞാൻ സ്വർഗത്തിൽ നിന്ന് എഴുതി തരുക. ആ പേര് കേട്ടോണം, ഇസ്രായേൽ.
ഇന്നും ആ പേര് കേട്ട ലോകരാഷ്ട്രങ്ങൾ കിടുങ്ങും. ഒരപ്പനിട്ട പേരല്ല, ഒരമ്മയിട്ട പേരല്ല, സ്വർഗത്തിൽ ഒരുവൻ ഇവിടെ എനിക്ക് ദൂതുണ്ട്. യാക്കോബിന്റെ പേര് മാത്രമല്ല മാറ്റി എഴുതുന്നത്, നിന്റെ പേര് മാറ്റി എഴുതാൻ പറ്റും. നിന്റെ ചരിത്രം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പേരവൻ വലുതാക്കട്ടെ. നിന്റെ ചരിത്രം ദൈവം തിരുത്തട്ടെ. ദൈവം എന്തൊക്കെയോ കാര്യം നിന്റെ കൂടാരത്തിൽ ചെയ്യാൻ പോകുന്നു. ദൈവം എന്തൊക്കെയോ കാര്യം നിന്റെ തലമുറയിൽ ചെയ്യാൻ പോകുന്നു. ദൈവം എന്തൊക്കെയോ കാര്യം നിന്റെ ഭവനത്തിൽ ചെയ്യാൻ പോകുന്നു. ദൈവം എന്തൊക്കെയോ കാര്യം. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, ദൈവത്തിന് പേര് മാറ്റാൻ കഴിയുമെന്ന് പറ. സ്ഥിതി മാറ്റാൻ കഴിയും. ആരോടോ ദൈവാത്മാവ് പറയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി, 20 വർഷം മുമ്പ്, സ്തോത്രം, 20 വർഷം മുമ്പ് ഉള്ള നിങ്ങളുടെ കുടുംബ പശ്ചാത്തലമാണോ ഇപ്പം? പറ, ആണോ? വസ്ത്രധാരണമാണോ നിങ്ങളുടെ? അല്ല, ആഹാര രീതിയാണോ നിങ്ങളുടെ? എന്തെല്ലാം മാറ്റം വന്നു നിന്റെ കുലത്തിലും കുടുംബത്തിലും. പലരും നീ 20 കൊല്ലം മുമ്പ് കിടന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാർ. ഒരു ചെരുപ്പ് തേഞ്ഞാൽ മാറ്റി വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ നീ ഇന്ന് ഒരു ഫോൺ പോയാൽ അങ്ങോട്ട് കളഞ്ഞേച്ച് അടുത്ത കടയിൽ പോയി അടുത്ത ഫോൺ വാങ്ങിക്കാൻ തക്കവണ്ണം നിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കി ഓർത്തോണം. നിന്റെ കുടുംബത്തിൽ ഇല്ലാത്ത ചരിത്രം നിന്നിൽ തുടങ്ങി. ഇപ്പോഴും കുറച്ച് കുറവൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം പറയാം, നിന്നെ വ്യക്തിപരമായി ഞാൻ ബ്ലസ് ചെയ്യും. നിന്നെ വ്യക്തിപരമായി ഞാൻ ബ്ലസ് ചെയ്യും. ആരോടോ ഞാൻ പ്രവചിച്ച് പറയാം, ചിലർ അനുഗ്രഹിക്കപ്പെടാൻ സമയമായി, ചിലർ ബ്ലസ്ഡ് ആകാൻ സമയമായി. നീ അനുഗ്രഹിക്കപ്പെടും വ്യക്തിപരമായി. ഈ 126 സങ്കീർത്തനം വായിക്കേണ്ട, എന്നെ നോക്കിയാൽ മതി. സങ്കീർത്തനക്കാരൻ പറയുക, അവിടെ വായിക്കുന്ന കണ്ണുനീരൊരു വ്യതയാ. കണ്ണുനീര് ഒരു വിധ. കണ്ണുനീരോടെ നീ വിതച്ചാൽ, ബാക്കി പറ, ആർപ്പോടെ കൊയ്യും. ഞാനൊന്ന് വിവരിച്ചു തരാം. നീ കരയുന്ന കണ്ടപ്പോൾ ചിരിച്ചവർ, നീ കൊയ്യുന്ന കണ്ട് കരയും. ഞാൻ ദൂതാ പറയുന്നേ, ഞാൻ വചനത്തെ തുടങ്ങുന്നേ ഉള്ളൂ. ജീസസ് മനസ്സിലാക്കി തരാം. നീ കരയുന്ന കണ്ടപ്പം അവർ ചിരിച്ചു. ഞങ്ങൾക്ക് ഇവനെ കരയിക്കാൻ പറ്റിയല്ലോ. ദൈവം പറയാ, ആ കരച്ചില് ഒരു വിതയാ, അത് ആത്മീക മർമ്മമാ. ഇനി ശ്രദ്ധി, ആ വിതയ്ക്ക് നിനക്ക് ഒരു കൊയ്ത്തുണ്ട്. നിന്റെ സന്തതി അത് കൊയ്യുന്ന കാണുമ്പം അന്ന് ചിരിച്ചവർ ഇന്ന് കരയും. ഇനി ഞാനൊന്ന് വ്യാഖ്യാനിക്കട്ടെ. ഒരു കാലത്ത് ചിരിച്ചവർ ഇനിയും കരയും. ഒരു കാലത്ത് കരഞ്ഞവർ ഇനിയും ചിരിക്കും. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുക, നിന്റെ വിധ ദൈവം കാണുന്നു. നിന്റെ വിധ ദൈവം കാണുന്നു. നിന്റെ വിധ ദൈവം കാണുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നീ വിതച്ചത് ദൈവം കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് സ്തോത്രം. എത്ര പേരത് ആമീൻ പറയും? എത്ര പേര് ആമീൻ പറയും? നീ വിതച്ചത് ആരും കണ്ടില്ല. ഹന്നായെ, നീ വിതച്ചത് ആരും കണ്ടില്ല. അല്പദിവസത്തിനുള്ളിൽ നിന്റെ കയ്യിൽ നീ വിതയ്ക്കുന്ന കണ്ടവ ചിരിച്ച പെനീന നോക്കി നിൽക്കെ, നിന്റെ കയ്യിൽ ആ ശൗമേലെന്ന മറുപടി, പേര് പറയാൻ പറ്റുന്ന ചില മറുപടി. പൗലോസേ, നീ കാരാഗ്രഹത്തിൽ കരയുന്ന കണ്ടപ്പം ഒരു കാരാഗ്രഹ പ്രമാണി ചിരിച്ചു. സ്തോത്രം. പക്ഷേ ആ കാരാഗ്രഹത്തിൽ അതൊരു വിതയാ. അല്പം മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കൊയ്ത്ത് നടന്നു. ആ കൊയ്ത്ത് എന്താ? ഈ മുമ്പേ ചിരിച്ചവൻ ഇപ്പം കരയാൻ തുടങ്ങി. ഇപ്പം കരഞ്ഞ പൗലോസ് ഇവനെ സ്നാനത്തിലേക്ക് ഇറക്കാൻ തുടങ്ങി. എനിക്കൊരു ദൂത് നിന്നോട് പറയാനുണ്ട്. ചില വീടിൻ്റെ അന്തരീക്ഷം മാറും. വാക്ക് മറക്കരുത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഒരാമീൻ വരുന്നില്ല. ഞാൻ നിന്നെ, ചില ദൈവമക്കൾ ഇച്ചിരി ആവേശത്തോടെ പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ഇനിയും ഇതുപോലെ പോയാൽ പറ്റത്തില്ല. ദൈവത്തെ കണ്ടവൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് കൂടെ ദൈവമക്കൾ പറയണം, എന്നെ ദൈവം അനുഗ്രഹിക്കുവടാ. ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. സ്തോത്രം. എനിക്കൊത്തിരി ദൈവാനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ അടുക്കൽ വരുന്ന ഒരാളോടും ഞാൻ ശാപം പറയത്തില്ല. ഒരാളോടും നീ തകരുമെന്ന് പറയത്തില്ല. സകലരോടും എനിക്ക് പറയാനുള്ളത്, ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന. നിങ്ങൾ അങ്ങനെ ഒന്ന് പറയുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ മേളിയിരുന്ന് നോക്കുക. ദൈവത്തിന് സ്തോത്രം. ആ വാക്യൻ്റെ ഒടുവിലത്തെ ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വാസമുണ്ടോ? ആ വിതയ്ക്കൊരു കൊയ്ത്തുണ്ട്. വിശ്വാസമുണ്ടോ? ഇനി ദൈവത്തിൻ്റെ പ്രത്യേകത,
എവിടെ നീ വിതച്ചോ അവിടെ തന്നെ കൊയ്യിക്കും. ഏതു വീട്ടിലിരുന്ന് കരഞ്ഞോ അതേ വീട്ടിൽ തന്നെ, ഏതു സ്ഥലത്ത് നിന്ദിക്കപ്പെട്ടോ അതേ സ്ഥലത്ത് തന്നെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോവുക. സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ പോവുക. നമുക്ക് ലഭിച്ച നന്മയുടെ ഓഹരി ദൈവത്തിന് കൊടുക്കാൻ പോവുക. ഇത് നോക്കിയേ, ദൈവം ടൈത്ത് കൊടുക്കുന്ന കവറാ. ടൈത്ത് കൊടുക്കാത്തവർ ടൈത്ത് കൊടുക്കണം. ടൈത്ത് കൊടുക്കാത്തവരോട് ഞാൻ പറയുക, അത് ദൈവമക്കൾക്ക് ഒരു പരാജയമാണ്. അങ്ങനെ അരുത്. ടൈത്ത് കൊടുക്കണം. ഇതുവരെ ടൈത്ത് കൊടുക്കാത്തവരെ ഈ ചർച്ചിലുണ്ടെങ്കിൽ കൊടുക്കണം. ഇന്ന് ആദ്യമായിട്ട് വന്നവർക്കും കൊടുക്കാം. ഇത് TV മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നൊരു കാർഡാണ്. നമുക്ക് ഓഫറിങ് കരത്തിലെടുത്ത് ഉയർത്തിപ്പിടിക്കാം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ യോഗത്തിൻ്റെയും യോഗം കഴിഞ്ഞ് സ്തോത്രകാഴ്ച എടുപ്പിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? പറയാം? എൻ്റെ ഒരു ചിന്ത പറയാം. മുഴുവൻ ശുശ്രൂഷ കേൾക്കാത്തവരുടെ സ്തോത്രാഴ്ച പോലും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങോട്ട് പോകണം, അവിടെ എന്തെങ്കിലും കൊടുക്കണം, നമ്മുടെ കാര്യം ഓക്കെയാണ്, വെറുതെയാണ്. അങ്ങനല്ല, വചനമൊക്കെ കേട്ടിട്ട് ആ നിറഞ്ഞ മനസ്സോടെ കർത്താവേ നിൻ്റെ വേലയ്ക്ക് കൊടുക്കുക, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. കരത്തിലൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വേലയ്ക്ക് കൊടുക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ കൂടി വരാൻ കർത്താവ് ഇടയാക്കിയുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഇറങ്ങണം കർത്താവേ. ഈ ഉയർപ്പിൻ ദിവസം കർത്താവിൻ്റെ സന്നിധി കൂടി വന്ന് നിന്റെ വേലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ് ആകാശത്തിലെ കിളിവാതിൽ തുറന്നു സ്ഥലം പോരാതെ വരുവോളം നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാനങ്ങളെ വർദ്ധിപ്പിക്കണം, അവരിൽ വലിയവ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓഫറിംഗ് കൊടുക്കാൻ ലൈവിൽ കാണുന്നവർക്ക് ഗൂഗിൾ പേ ചെയ്യാം, ചർച്ചിൻ്റെ അക്കൗണ്ട് നമ്പറിൽ കൊടുക്കാം, ദൈവവേലയ്ക്ക് കൊടുക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും എറണാകുളം ജീസസ് വോയിസ് ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുക. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന 2 മണി വരെയോളം നീണ്ടു നിൽക്കും. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വന്നു ചേരണം. എറണാകുളം പാലാരിവട്ടം KR ബേക്കേഴ്സിൻ്റെ തൊട്ട് ബാക്കിൽ ജീസസ് വോയിസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ട്. എല്ലാ സാറ്റർഡേയും നിങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും ഞാനും ഉണ്ട് എറണാകുളത്ത്. നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടോ യേശു ക്രിസ്തു ഉത്തരം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.